കാഴ്ചകളുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആഴിപൂജയൊക്കെ വെളുപ്പിന് 3 മണിക്കാണ്. ഇപ്പോൾ അവിടെ ശരണംവിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് പരിപാടി നടക്കുന്നിടത്ത് പോവാം. അവിടെ ഇപ്പോൾ ശരണംവിളി തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേനും അവിടെ ദീപാരാധന കാണും. നമുക്കത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം. പിന്നെ ഏകദേശം വെളുപ്പിനെ ആകുമ്പോഴാണ് ആഴിപൂജ തുടങ്ങുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, നമ്മുടെ ഒരു കസിനും കൂടെ ആണ്, പ്രഫുൽ. നമ്മുടെ ഷൈജുവിൻ്റെ കസിനും കൂടാണ്, എൻ്റെ കസിനും കൂടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ശരണം അയ്യപ്പ നന്ദുവന മഹാദേവനേ ശരണം സ്വാമി അനുഗ്രഹമേ ശരണ അയ്യപ്പക്കഞ്ഞി. ഉച്ചയ്ക്ക് അയ്യപ്പക്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് അയ്യപ്പക്കഞ്ഞി ഉണ്ട്. കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആഴിപൂജയ്ക്ക് ശേഷം പ്രസാദമായിട്ട് തെരളിയും പായസവും കാണും. അതിൻ്റെ പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കേതായാലും ഭജന നടക്കുന്നിടത്തേക്ക് പോകാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പള്ളിപ്പന്തലിലേക്ക് ദീപം കൊളുത്താനായിട്ട് ദീപം ഇവിടെ അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിച്ച് പള്ളിപ്പന്തലിലുള്ള വിളക്കിലേക്ക് പകർന്നിട്ട് അതിന് ശേഷമാണ് പള്ളിപ്പന്തലിൽ ബാക്കി പൂജകളൊക്കെ നടക്കുന്നത്. അതിനും ശേഷം 10 മണിക്ക് ദീപാരാധന കഴിഞ്ഞ് പിന്നീടാണ് പള്ളിപ്പന്തലിന് ചുറ്റും വലം വെച്ചിട്ട് ആഴിപൂജ നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ദീപം സ്വീകരിച്ച് പള്ളിപ്പന്തലിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിപ്പന്തലിലെ എല്ലാ വിളക്കിലേക്കും ദീപം പാർന്നതിന് ശേഷം ഭഗവാന്റെ ഫോട്ടോ നേരെ വെച്ച് അതിൽ സ്വാമിമാരെ മാല അണിയിക്കുന്ന ദൃശ്യം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
അയ്യപ്പ ആനയത്തിയമ്മതേ ശരണം ദേവിയെ പൂജയേ ശരണം ദേവിയെ അനുഗ്രഹമേ അയ്യപ്പ ദേവിയെ സ്വാമിയെ ശരണം ശരണം അയ്യപ്പ ദേവിയെ പൂജ ശരണം പൊന്നയ്യപ്പ ദേവിയെ അനുഗ്രഹം വരണേ പൊന്നയ്യപ്പ പലകിരിവില്ല ശരണം ശരണം പൊന്നയ്യപ്പ ദീപ സ്വാമി പൊന്നയ്യപ്പ ഇപ്പം ഏകദേശം 10 മണിയായിട്ടുണ്ട്. പള്ളിപ്പന്തലിലെ ദീപാരാധന ഉടനെ ഉണ്ടാവും. ശേഷം ഭജന തുടങ്ങും. ഏകദേശം വെളുപ്പിന് 3 മണിയാകുമ്പോൾ സ്വാമിമാരെല്ലാം പള്ളിപ്പന്തലിന് ചുറ്റും വലം വെച്ച ശേഷം ആഴിക്ക് ചുറ്റും വീണ്ടും വലം വെക്കും. അതിന് ആടിയെ തൊട്ട് തൊഴിയിട്ട് പിന്നെ ആഴിപാരൽ ചടങ്ങ് തുടങ്ങും. അപ്പം തുടർന്നുള്ള വിഷ്വൽ നമുക്ക് ഇതിലൂടെ തന്നെ കാണാം. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകട്ടെ. അദ്ദേഹത്തെ രോഗമുക്തനാകട്ടെ. നമുക്ക് തുറന്നു അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ സതീഷ് അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നു. അടുത്ത ഒരു പൊന്നാടകളുണ്ട്, അതും അദ്ദേഹത്തിന്. ഇപ്പം ഏകദേശം വെളുപ്പിന് 2:30 ആയിട്ടുണ്ട്. പൂജകൾ നടക്കുന്നു. സ്വാമിമാർ എല്ലാവരും ഇപ്പം പള്ളിപ്പന്തൽ ചുറ്റും വലം വെച്ചിട്ട് ആഴി വരാനായിട്ട് ഇവിടേക്ക് എത്തും.
ശരണം പൊന്നയ്യപ്പ ഇന്നീ സഭയിൽ കൂടിയ മഹാജനങ്ങളെല്ലാം കരമടങ്ങി നിന്നു കേൾക്കുന്നു. ഭൂലോകത്തിനു വിളക്കാകെ എണ്ണകൾ തോറ്റു ശാസ്ത്രാദികളും പഠിച്ചും കൊണ്ട് 12 കളരിബുക്ക് ചൂതോട് ചതുരങ്കാരി വിജയം പഠിച്ചും കൊണ്ട് 16 തിരുവയസ്സിൽ പാണ്ഡ്യനെ സേവിപ്പാൻ കൈപിടി
പൂജ വളരെ ഭംഗിയായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. അപ്പം ഇനിയും ഈ പള്ളിപ്പന്തൽ 41 പിന്നെ മകരവിളക്കിന് ശേഷം അതിനെയും അഴിച്ചു മാറ്റി കത്തിച്ച് കളയും. അതുവരെ ഇത് പള്ളിപ്പന്തൽ ഇങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, എന്നാലും മുഴുവനായിട്ട് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. കുറച്ചുള്ള വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ അത് കാണിച്ചേക്കുന്നത്.